മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസന് വിട നൽകുകയാണ് നാട്. 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതായിരിക്കും. ഉദയംപേരൂരിന് സമീപമുള്ള കണ്ടനാട് അദ്ദേഹത്തിന്റെ വീട്ടിലായിരിക്കും സംസ്കാരം നടക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടക്കുന്നത്. എസ് രാഗിൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, വലിയ ജനത്തിരക്കുണ്ട്. 10 മണിക്കാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപായിട്ട് എല്ലാവരും അദ്ദേഹത്തെ കണ്ടു മടങ്ങാൻ പാകത്തിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി നൽകുന്നുണ്ടോ? ഓരോരുത്തരും ചലച്ചിത്ര മേഖലയിൽ നിന്നുൾപ്പെടെ വിവിധ തലങ്ങളിൽ നിന്നുൾപ്പെടെ ഉള്ളവർ ഇപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ഉദയംപേരൂർ കണ്ടനാട്ടുള്ള വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അടക്കമുള്ളവരുണ്ട്. അങ്ങനെ വിവിധ തുറകളിലുള്ള ആളുകളൊക്കെ തന്നെ ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വീടിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ചിത ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളും ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. ആദ്യം ചില കർമ്മങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. എന്തായാലും ഇപ്പോഴും ഈ വീട് വലിയ ജനത്തിരക്ക് തന്നെയാണ്. നിരവധി പേരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വീടും പരിസരവും ഒക്കെ തന്നെ. കാരണം അത്രത്തോളം ഇഷ്ടം, താല്പര്യം, സ്നേഹം ഒക്കെ തന്നെ ശ്രീനിവാസനോട് ഏവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ അവസാന സമയത്തും നിരവധി പേർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സിനിമകൾ അത് കാലത്തിന് അതീതമായി സഞ്ചരിച്ച സിനിമകളാണ്, കാലിക പ്രസക്തിയുള്ള സിനിമകളാണ്. അത് തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ഇവിടെ പ്രത്യേകിച്ചും ഈ കണ്ടനാട് മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും അതോടൊപ്പം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ ഏവരെയും ഈ നാട്ടുകാരെയൊക്കെ തന്നെ അദ്ദേഹത്തിലേക്ക് കൂടുതലായി അടുപ്പിച്ചിട്ടുമൊക്കെയുണ്ട്. മാത്രമല്ല ഒരുപാട് സാമൂഹികമായിട്ടുള്ള ഇടപെടൽ ഈ നാട്ടിൽ തന്നെ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏവർക്കും അദ്ദേഹത്തോട് വലിയ താല്പര്യവും സ്നേഹവും ഒക്കെയാണ്. സിനിമയിൽ ഉയർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി പടിപടിയായി കയറുമ്പോഴും ലാളിത്യം എന്നത് മുഖമുദ്രയാക്കിയിട്ടുള്ള വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ഏവരോടും ചിരിച്ച് ഇടപഴകുക, ഏവരെയും ചിരിപ്പിക്കുക, സ്വയം ചിരിക്കുക, മറ്റുള്ളവരെ ചിരിപ്പിക്കുക, അതിലൂടെ ചിന്തയും വലിയൊരു ചിന്തയും ഒരു തോട്ടും മറ്റുള്ളവർക്ക് കൈമാറുക, ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളും. മലയാളിയുടെ പൊങ്ങച്ചങ്ങളെയും നാട്യങ്ങളെയും ഒക്കെ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ച് വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയ ഒരു താരം കൂടിയാണ് ശ്രീനിവാസൻ. മാത്രമല്ല സിനിമയുടെ വിവിധ മേഖലകളിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു. തിരക്കഥ, സംഭാഷണം, സംവിധാനം, നടന വൈഭവം, അങ്ങനെ എല്ലാ തലത്തിലും അദ്ദേഹം നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പമാണ് മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ. നർമ്മത്തിനൊരു പുതിയ ഭാവം നൽകിക്കൊണ്ട് വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. മാത്രമല്ല വിവിധ കൂട്ടുകെട്ടുകൾ, അത്തരം കോംബോകൾ അതൊക്കെ തന്നെ വലിയ ഹിറ്റുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. ആ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളോട് അദ്ദേഹം വളരെ ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്തു. അതിൽ നിന്നൊക്കെയുള്ള ഊർജ്ജം അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ മൂർത്തമത്താക്കാൻ സഹായിക്കുകയും ഒക്കെ ഉണ്ടായി. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇന്ന് സൂര്യ അടക്കമുള്ള താരങ്ങൾ, തമിഴ്നാടൻ സൂര്യ അടക്കമുള്ള താരങ്ങൾ രാവിലെ എത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ വീട്ടിൽ. അങ്ങനെ വിവിധ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള ബന്ധവും സ്നേഹവും ഒക്കെ പുലർത്തിപ്പോന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. ഈ നാട്ടുകാരുമായും അടുപ്പവും സ്നേഹവും ഒക്കെ പുലർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഏവരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോയ ആ വ്യക്തി ശ്രീനിവാസൻ. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി നിരവധി പേർ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ടവരുണ്ട്. അവരൊക്കെ തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളതും എന്ന് പറയേണ്ടി വരും. സത്യനന്ദിക്കാട് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അദ്ദേഹം 54ഓളം ചിത്രങ്ങളാണ് തിരക്കഥ ചെയ്തിരിക്കുന്നത്. അതിൽ 38ഓളം ചിത്രങ്ങൾ അത് ഈ പ്രിയദർശനും അതോടൊപ്പം തന്നെ സത്യനന്ദിക്കാടും ഒക്കെയായിരുന്നു. അത്തരം കോംബോകൾ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും തീർച്ചയായിട്ടും ശ്രീനിവാസൻ ഇല്ലാത്ത സത്യനന്ദിക്കാടും പ്രിയദർശനും അതാണ് വേദനയായി മാറുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിന്റെ വിയോഗ വേളയിൽ പൊട്ടിക്കരയുന്ന സത്യനന്ദിക്കാടിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ശ്രീനി പോയി എന്ന് താൻ അറിഞ്ഞപ്പോൾ ഒന്ന് കണ്ണടച്ചു പോയി എന്നാണ് പ്രിയദർശൻ അദ്ദേഹം ആ ഒരു സന്ദർഭം എങ്ങനെയായിരുന്നു എന്നുള്ളത് മാതൃഭൂമിയിലൂടെ എഴുതിയിരിക്കുന്നത്. അത്രത്തോളം പ്രിയപ്പെട്ട ഒരാൾ, സൗഹൃദമാണ്, ഉറച്ച സൗഹൃദമാണ്. അതോടൊപ്പം തന്നെ തങ്ങളിൽ ഒരാളാണ് വിട വാങ്ങിയിരിക്കുന്നത്.
പ്രിയദർശനെയും സത്യൻ അന്തിക്കാടിനെയും